ചിറ്റിലപ്പിള്ളി പുലിയംതൃക്കോവിൽ ശ്രീ മഹാശിവക്ഷേത്രത്തിൽ അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമം, ഇല്ലംനിറ, ഗജപൂജ, ആനയൂട്ട് എന്നിവ നടന്നു. മഹാഗണപതി ഹോമം ഉൾപ്പെടെയുള്ള പൂജകൾക്കും ക്ഷേത്ര ചടങ്ങുകൾക്കും ക്ഷേത്രം തന്ത്രി കീഴ്മുണ്ടയൂർ നീലകണ്ഠൻ നമ്പൂതിരി മുഖ്യ കാർമ്മികത്വം വഹിച്ചു. മറ്റ് തന്ത്രിമാർ സഹകാർമ്മികരായിരുന്നു. അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമത്തിന് ശേഷം അയ്യപ്പൻ വിളക്ക് കുറിക്കൽ നടന്നു. തൃശൂർ നെടുമ്പാളിലെ ശ്രീ ധർമ്മശാസ്ത അയ്യപ്പൻ പാട്ട് സംഘമാണ് വിളക്ക് പാർട്ടി. തുടർന്ന് ഇല്ലംനിറ നടന്നു. ക്ഷേത്രത്തിന് മുന്നിലെ ആൽത്തറയിൽ നടന്ന പ്രത്യേക പൂജകൾക്ക് ശേഷം ക്ഷേത്രം വലം വെച്ച് കതിർക്കറ്റകൾ ശ്രീകോവിലിൽ സമർപ്പിച്ചു. തുടർന്ന് ശ്രീകോവിലിലെ പൂജകൾക്ക് ശേഷം കതിരുകൾ ഭക്തർക്ക് വിതരണം ചെയ്തു. നാട്ടിലെ കൃഷിയിടങ്ങളിൽ സമൃദ്ധമായ വിളവുണ്ടാകുന്നതിനും ഭവനങ്ങളിൽ ഐശ്വര്യമുണ്ടാകുന്നതിനും ആദ്യമുണ്ടാകുന്ന നെൽക്കതിരുകൾ ഭഗവാന് സമർപ്പിക്കുന്ന അനുഷ്ഠാനപരമായ ചടങ്ങാണ് ഇല്ലംനിറ. ക്ഷേത്രത്തിൽ നിന്നും ഭഗവാന് സമർപ്പിച്ച് പൂജിച്ച കതിരുകൾ ഭക്തർ ഭവനങ്ങളിൽ 1 വർഷക്കാലം സൂക്ഷിക്കും. ഇല്ലംനിറയ്ക്ക് ശേഷം ഗജപൂജയും ആനയൂട്ടും നടന്നു. ക്ഷേത്രം തന്ത്രി കീഴ്മുണ്ടയൂർ നീലകണ്ഠൻ നമ്പൂതിരി ആദ്യ ഉരുള നൽകി ആനയൂട്ടിന് തുടക്കം കുറിച്ചു. ചിറയ്ക്കൽ ഗണേശനാണ് ആനയൂട്ടിനെത്തിയ ഗജവീരൻ. ഒട്ടും തിടുക്കം കാണിക്കാതെ വാത്സല്യത്തോടെ ഓരോരുത്തരും നൽകിയ വിഭവങ്ങൾ സാവധാനം ആസ്വദിച്ച് ഭക്ഷിച്ചു. കരിവീരന്റെ അഴക് കാണാനെത്തിയവർക്കും വിവിധ വിഭവങ്ങൾ കൊണ്ട് വിരുന്നൂട്ടാനെത്തിയവർക്കും കൺകുളിർക്കെ അരികിൽ നിന്ന് കാണാൻ അവസരം നൽകി ശാന്തനായ കുട്ടിയെപ്പോലെ ചിറയ്ക്കൽ ഗണേശൻ നിലകൊണ്ടു. ഔഷധക്കൂട്ടുകൾ ചേർത്ത് തയ്യാറാക്കിയ ചോറുരുളകൾ, തണ്ണിമത്തൻ, വെള്ളരി തുടങ്ങി വിവിധ ഫലവർഗ്ഗങ്ങളും അടങ്ങിയ സമൃദ്ധമായ സദ്യ തന്നെയാണ് ഗണേശനായി ഒരുക്കിയിരുന്നത്. ചടങ്ങുകളിൽ പങ്കെടുക്കുന്നതിനായി ക്ഷേത്രത്തിലെത്തിച്ചേർന്ന ഏവർക്കും പ്രഭാത ഭക്ഷണവും ഒരുക്കിയിരുന്നു. പുലിയംതൃക്കോവിൽ ശ്രീ മഹാശിവക്ഷേത്രം രക്ഷാധികാരികളായ വി ചന്ദ്രശേഖര മേനോൻ, ചിറയ്ക്കൽ നാരായണൻകുട്ടി, പുഴയ്ക്കൽ വിശ്വനാഥൻ എന്നിവർ സന്നിഹിതരായിരുന്നു. ചടങ്ങുകൾക്ക് ക്ഷേത്രം പ്രസിഡന്റ് എം നാരായണൻകുട്ടി, സെക്രട്ടറി നിർമ്മലാ ദേവി, വൈസ് പ്രസിഡന്റ് ടി.വി. നാരായണൻ, ജോയിന്റ് സെക്രട്ടറി ബാബുരാജ് പാറമേൽ, ട്രഷറർ സദാശിവൻ ഓടാട്ടിൽ എന്നിവർ നേതൃത്വം നൽകി. ATK ന്യൂസ്, ചിറ്റിലപ്പിള്ളി.